is the lithosphere and asthenosphere. The crust and the upper part of the mantle together are known as lithosphere. The crust and upper part of the mantle. അതിന് നമ്മൾ പറയുന്ന പേരാണ് ലിത്തോസ്ഫിയർ. ക്രസ്റ്റിനും മാൻറ്റിലിൻ്റെ അപ്പർ പാർട്ട്. അപ്പം നിങ്ങൾ ഏറ്റവും ഔട്ടർ പാർട്ടാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു തിൻ ഔട്ടർ ഷെല്ലാണ് ക്രസ്റ്റും അത് കഴിഞ്ഞ് മാൻറ്റിലിൻ്റെ അപ്പർ പാർട്ട്, അപ്പർ പാർട്ട് കൂടി ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് ലിത്തോസ്ഫിയർ. Then the part beneath the lithosphere where the materials exist in a partially molten state and is known as asthenosphere. The part beneath the lithosphere-ന്റെ താഴെയുള്ള ഭാഗം where the materials exist in a partially molten state. നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റ് നേരത്തെ പഠിച്ചു. അങ്ങനെയുള്ള പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റിലാണ് മെറ്റീരിയൽസ് കാണപ്പെടുന്നത്. എവിടെ? ലിത്തോസ്ഫിയറിൻ്റെ താഴെ കാണപ്പെടുന്ന പാർട്ടിൽ, അതിൻ്റെ അടുത്ത അടിയിലായിട്ട്. ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ലാവ ദാറ്റ് കംസ് ഔട്ട് ഡ്യൂറിങ് ഓൾക്കാനിക് ഇറപ്ഷൻസ്. നിങ്ങൾ അഗ്നിപർവ്വതങ്ങളൊക്കെ അതിൻ്റെ അഗ്നിപർവ്വതം പൊട്ടുന്ന ചിത്രമൊക്കെ നിങ്ങൾ കണ്ടു കാണും, ഓൾക്കാനിക് ഇറപ്ഷൻസ്. അപ്പോൾ അവിടെ അതിൽ ഒരു മെറ്റീരിയൽ അതിൻ്റെ അകത്ത് ലാവ എന്ന് പറയുന്ന മെറ്റീരിയൽ അതിൽ നിന്ന് പുറത്തോട്ട് ഒഴുകാറുണ്ട്. ആ മെറ്റീരിയൽ എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? അസ്താനോസ്ഫിയറിൽ നിന്നാണ് പുറത്തോട്ട് ഒഴുകി വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് നന്നായിട്ട് ഓർത്ത് ഇരിക്കുക. വാട്ട് ഈസ് ലിത്തോസ്ഫിയർ, വാട്ട് ഈസ് അസ്താനോസ്ഫിയർ? എന്താണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്? ദ ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ മാൻറ്റിൽ. ക്രസ്റ്റ് അപ്പർ പാർട്ട്, അതാണ് ലിത്തോസ്ഫിയർ. ദെൻ ദ പാർട്ട് അണ്ടർ ദി ലിത്തോസ്ഫിയർ മെറ്റീരിയൽസ് എക്സിസ്റ്റ് ഇൻ എ partially molten state and it is known as the asthenosphere. അതുപോലെ which is the source of molten rock material lava that comes out during volcanic eruptions. Volcanic eruptionsൽ ലാവയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? അസ്താനോസ്ഫിയർ ആണ്. ഓക്കെ, then let us continue. The next one is rocks. എന്താണ് റോക്സ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റോക്സിനെ കുറിച്ചൊക്കെ. എന്താ റോക്സ്? നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് റോക്സ്. The lithosphere acquires its name from the material with which it is made. Lithos means rock. നമ്മൾ ലിത്തോസ്ഫിയർ നമ്മൾ പഠിച്ചു. എന്താണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന പാർട്ട് ഏതായിരുന്നു? ദ ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ പാർട്ട് ഓഫ് ദ മാൻറ്റിലാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ലിത്തോസ്ഫിയർ acquires its name from the material with which it is made. എവിടെ നിന്നാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന പേര് കിട്ടിയത്? ഫ്രം ദി മെറ്റീരിയൽ വിത്ത് വിച്ച് ഇറ്റ് ഈസ് മെയ്ഡ്. ഇത് നിർമ്മിച്ചിരിക്കുന്ന ആ മെറ്റീരിയലിൽ നിന്നാണ് ലിത്തോസ്ഫിയർ എന്ന പേര് വന്നത്. അതായത് ലിത്തോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? റോക്ക്. അപ്പം അങ്ങനെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇഫ് യു ലുക്ക് അറൗണ്ട് യു ക്യാൻ സീ റോക്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ഹാർഡ്നെസ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുകയാണ്. വി ക്യാൻ സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് ആൻഡ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ഹാർഡ്നെസ് ആർ ഓൾസോ ഡിഫറെൻറ്റ്. നമുക്കറിയാം പല കളറിലെ റോക്ക്, പാറകൾ അല്ലെങ്കിൽ കല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് അതിൻ്റെ ഹാർഡ്നെസ് ആർ ഓൾസോ ഡിഫറെൻറ്റ്. അതിൻ്റെ നമുക്കറിയാതെ നമുക്ക് എല്ലാ കല്ലുകളും നമുക്ക് ഒരുപോലെ പൊട്ടിക്കാനൊന്നും സാധിക്കത്തില്ല. ചിലത് കുറച്ചും കൂടെ കട്ടിയുള്ളതായിരിക്കും, ചിലത് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ദിസ് ഡൈവേഴ്സിറ്റി ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെയാണ് ഡൈവേഴ്സിറ്റി? കളർ ചേഞ്ചും അല്ലെങ്കിൽ ഹാർഡ്നെസ്സിൻ്റെ ചേഞ്ചസും ഒക്കെ കാണപ്പെടുന്നതിൻ്റെ റീസൺ എന്താണ്? അതിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ്, അതിലുള്ള അതിൻ്റെ സബ്സ്റ്റൻസ്, അതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ ഇവ ഡിഫറെൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. ദിസ് ആർ കോൾഡ് മിനറൽസ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിന് നമ്മൾ പറയുന്ന പേരാണ് മിനറൽസ്. മോർ ദാൻ 2000 മിനറൽസ് സച്ച് ആസ് സിലിക്ക, മൈക്ക, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എക്സെട്ര ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ഓൺ എർത്ത്. അപ്പോൾ എർത്തിൽ 1000-ൽ കൂടുതൽ മിനറൽസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എക്സാമ്പിളൊക്കെ ഒന്ന് പഠിക്കുക. ഏതൊക്കെയാണ് എക്സാമ്പിൾ? സിലിക്ക, മൈക്ക, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എക്സെട്ര. Then again, based on the mode of formation, rocks can be classified into 3: igneous, sedimentary and metamorphic. Based on the mode of formation, എങ്ങനെയാണ് റോക്സ് ഫോം ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെയാണ് ഫോം ചെയ്യുന്നതനുസരിച്ച് റോക്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്. നമുക്കിനി ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ റോക്സ് ആർ ഫോംഡ് ബൈ ദി മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ റൈസിങ് ത്രൂ
the fissures in the crust and solidifying either on the surface of the earth or within the crust itself. ഇപ്പോൾ ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്ന ഏത് റോക്ക് എന്നാണ് വൈദ്യ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ rising through the fissures in the crust and solidifying either on the surface. അതായത് നമ്മൾ ഈ ക്രസ്റ്റിൽ കാണപ്പെടുന്ന വിടവുകൾ, ആ വിടവുകളിൽ മോൾട്ടൺ റോക്കിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഫോം ചെയ്യാം? അത് ആ വിടവുകളിൽ തന്നെ ഇരുന്ന് സോൾഡിഫൈ ചെയ്ത് ഉറഞ്ഞ ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ആ വിടവുകളിൽ നിന്ന് മുകളിലോട്ട് ഒരു പ്രവേശിച്ച് ആ മുകളിൽ എർത്തിൻ്റെ സർഫസിൽ വെച്ച് അത് സോൾഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഉറഞ്ഞ് സോളിഡായിട്ട് ഫോം ചെയ്ത് റോക്ക് ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ എക്സാമ്പിൾ ഓർത്തിരിക്കുക, ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട്. ഗ്രാനൈറ്റും ബസാൾട്ട്. ഗ്രാനൈറ്റ് നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോൾ ഗ്രാനൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ബസാൾട്ട് എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളേർഡ് റോക്കിൽ നമ്മൾ പറയുന്നതാണ് ബസാൾട്ട്. ദെൻ നെക്സ്റ്റ് ഇഗ്നിയസ് റോക്സ് ആർ ഓൾസോ നോൺ ആസ് പ്രൈമറി റോക്സ്. വേറൊരു പേര് കൂടിയുണ്ട് ഇഗ്നിയസ് റോക്സിന്, അതിന് പറയുന്നതാണ് പ്രൈമറി റോക്സ്. എന്താണ് പ്രൈമറി റോക്സ് എന്ന് പറഞ്ഞാൽ? ഓൾ അതർ റോക്ക് ടൈപ്സ് ആർ ഫോംഡ് ഫ്രം ദി ഇഗ്നിയസ് റോക്സ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ റോക്സും ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഇഗ്നിയസ് റോക്സിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് പറയുന്നത്? പ്രൈമറി റോക്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ സെഡിമെൻ്ററി റോക്സ്. സെഡിമെൻറ്റ്സ് ഒക്കെ നമുക്കറിയാം, അവശിഷ്ടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞാൽ റോക്സ് അണ്ടർഗോ വെതറിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം. ഇപ്പം നമ്മൾ റോക്സ് ഇങ്ങനെ കുറേ കാലങ്ങളൊക്കെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? പൊടിയാറുണ്ട്. വെതറിങ് പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോയിലൊക്കെ ഫോം ചെയ്യുന്ന റോക്സിൽ വെതറിങ് പ്രോസസ്സ് നടന്നു കഴിയുമ്പോഴാണ് ലാസ്റ്റ് സോയിലായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വെതറിങ് പ്രോസസ്സ് നടക്കാറുണ്ട്. The debris so formed will be deposited on the low regions as layers. അപ്പം അങ്ങനെ പാറ പൊടിഞ്ഞുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ ലോ റീജിയൻസിൽ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യും. ദീസ് മെറ്റീരിയൽസ് ഗ്രാജുവലി ഗെറ്റ് ലിറ്റിഫൈഡ് ആൻഡ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സെഡിമെൻ്ററി റോക്സ്. അപ്പം ഇങ്ങനെ പൊടിഞ്ഞുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ ക്രമേണ എന്ത് സംഭവിക്കുന്നു? അത് സോൾഡിഫൈ ചെയ്യുന്നു. ട്രാൻസ്ഫർ ഇൻ ടു സ്റ്റോൺ. ലിറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ഫർ ഫോം ഇൻ ടു സ്റ്റോൺ. അത് സ്റ്റോൺ ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് എന്തായിട്ട് മാറുന്നത്? സെഡിമെൻ്ററി റോക്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയിക്കാണ് എങ്ങനെയാണ് സെഡിമെൻ്ററി റോക്സ് ഉണ്ടാകുന്നത്. ഇപ്പോൾ റോക്സിൽ വെതറിങ് നടന്ന് ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ ലോ റീജിയൻസിൽ ഇങ്ങനെ പല പല ലെയറുകളായിട്ട് അടുക്കുകളായിട്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അങ്ങനെ അത് ക്രമേണ സോൾഡിഫിക്കേഷൻ അല്ലെങ്കിൽ അത് ഉറഞ്ഞ് സെഡിമെൻ്ററി റോക്സ് ആയിട്ട് മാറുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഓർത്തിരിക്കുക, സാൻഡ്സ്റ്റോൺ ആൻഡ് ലൈംസ്റ്റോൺ. Next, sedimentary rocks are formed in layers. They are also known as stratified rocks. സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് അടുക്ക്. ഇപ്പോൾ അടുക്കുകളായിട്ട് കാണപ്പെടുന്നതാണ്. ഇപ്പോൾ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് ഏത് റോക്സ് അറിയപ്പെടുന്ന സെഡിമെൻ്ററി റോക്സ്. വൈ ഇറ്റ് ഈസ് നോൺ ആസ് സ്ട്രാറ്റിഫൈഡ് റോക്സ്? എന്തുകൊണ്ടാണ് അത് അങ്ങനെ അറിയപ്പെടുന്നത്? സെഡിമെൻ്ററി റോക്സ് ആർ ഫോംഡ് ഇൻ ലെയേഴ്സ്. പല പല ലെയറുകളായിട്ടാണ് സെഡിമെൻ്ററി റോക്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് എന്ത് പേര് അറിയപ്പെടുന്നു? സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ സെഡിമെൻ്ററി റോക്സ് പഠിച്ചപ്പോൾ നമ്മൾ ഫോസിൽസ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ദ റിമൈൻസ് ഓഫ് ആൻഷ്യൻ്റ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഫൗണ്ട് ഇൻ സെഡിമെൻ്ററി റോക്സ് ആർ കോൾഡ് ഫോസിൽസ്. ഫോസിലൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. എന്താണ് ഫോസിൽ എന്ന് പറയുന്നത്? The remains of ancient plants and animals found in sedimentary rocks. സെഡിമെൻ്ററിൽ കാണപ്പെടുന്ന സെഡിമെൻ്ററി റോക്സിൽ കാണപ്പെടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ, അതിനാണ് നമ്മൾ ഫോസിൽസ് എന്ന് പറയുന്നത്. ക്യാൻ സേ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ഫോസിൽസ്? എന്തൊക്കെയാണ് ഫോസിൽസിൻ്റെ യൂസ്? അതിൽ നമുക്കറിയാം, വി മേക്ക് യൂസ് ഓഫ് ദിസ് ഫോസിൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദ എർത്ത്സ് പ്രീ ഹിസ്റ്ററി ആൻഡ് ടു എസ്റ്റിമേറ്റ് ദ ഏജ് ഓഫ് റോക്സ്. നമ്മൾ എർത്തിൻ്റെ പ്രീ ഹിസ്റ്ററി പഠിക്കാനും അല്ലെങ്കിൽ എർത്തിൻ്റെ പഴയ ചരിത്രം പഠിക്കാനും അതുപോലെ റോക്കിൻ്റെ ഏജ് നിർണ്ണയിക്കുന്നതിന് നമ്മൾ ഫോസിൽസ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് എക്സെട്ര ഹാവ് ബീൻ ഇവോൾവ് ഫ്രം ദി റിമൈൻസ് ഓഫ് ദി ആൻഷ്യൻറ്റ് ഓർഗാനിസംസ്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോൾ, കൽക്കരിയും പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇങ്ങനെയൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ദി റിമൈൻസ് ഓഫ് ഏൻഷ്യൻറ്റ് ഓർഗാനിസംസ്. അത് പണ്ട് കാലങ്ങളിലുള്ള ഓർഗാനിസത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നമുക്കിവ ലഭിക്കുന്നത്. ഹിൻസ് ദേ ആർ ഓൾസോ കോൾഡ് ഫോസിൽ ഫ്യൂവൽസ്. അപ്പം അതുകൊണ്ട് അവയ്ക്ക് ഫോസിൽ ഫ്യൂവൽസ് എന്നുകൂടി പേര് പറയാറുണ്ട്.